ഇപ്പോൾ ഫേസ്ബുക്കിൽ ചിലപ്പോൾ നിങ്ങൾ ചില സ്റ്റോറിയൊക്കെ ആർക്കൈവ് സെക്ഷനിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് ചിലപ്പോൾ നിങ്ങൾ ആർക്കൈവ് സെക്ഷൻ എവിടെയാണ് എന്ന് നോക്കുമ്പോൾ അത് കാണുന്നുണ്ടാവില്ല. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൽ ആർക്കൈവ് സെക്ഷൻ എവിടെയാണ്, അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 3 ലൈൻസ് കാണാൻ പറ്റും മുകളിൽ. ഇപ്പം ഐഫോൺസിലാണെന്നുണ്ടെങ്കിൽ താഴെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിന്റെ പേര് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആക്ടിവിറ്റി ലോഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളതിന്റെ താഴെയായിട്ട് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റി ലോഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ആക്ടിവിറ്റി ലോഗ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താലും ഈ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഏത് വഴി പോയാലും മതി. എന്തായാലും അത് കഴിഞ്ഞാൽ ആർക്കൈവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താലും മുകളിൽ സ്റ്റോറി ആർക്കൈവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആർക്കൈവ് ചെയ്തു വെച്ചിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ സ്റ്റോറി ആർക്കൈവ് സെക്ഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.